ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അങ്ങനെ ധനുഷിൻ്റെ കുടുംബം നെല്ലിശ്ശേരിയിൽ എത്തിയിരിക്കുകയാണ്. എന്ത് വലിയ വീടാണെന്ന് ധനുഷിൻ്റെ അമ്മ പറയുമ്പോൾ, ഞാൻ ഇവിടം വരെ കാര്യങ്ങൾ എത്തിച്ചത് വലിയ പാടുപെട്ടിട്ടാണെന്നും നിങ്ങളെ രണ്ടാളും വർത്തമാനം പറഞ്ഞ് നശിപ്പിക്കാൻ നിൽക്കരുതെന്നും ധനുഷ് പറയുന്നു. അങ്ങനെ നന്ദനും സേതുമാധവനും പുറത്തേക്ക് വന്ന് അവരെ അകത്തേക്ക് സ്വീകരിച്ചു കൊണ്ടുപോകുന്നു. എൻ്റെ മകന് താമസിക്കാനൊരു സ്ഥലവും ജോലിക്കായി ഒരു സ്ഥലവും കൊടുത്തതിന് നന്ദിയുണ്ടെന്ന് ധനുഷിൻ്റെ അച്ഛൻ പറയുന്നു. അല്ല, ധനുഷിൻ്റെ അച്ഛൻ എവിടെയാണ് വർക്ക് ചെയ്തിരുന്നതെന്ന് നന്ദൻ ചോദിക്കുമ്പോൾ, ഒരു പ്രൈവറ്റ് ബാങ്കിലായിരുന്നെന്ന് ധനുഷിൻ്റെ അച്ഛൻ പറയുന്നു. തുടർന്ന് ധനുഷിൻ്റെ അച്ഛൻ പറയുകയാണ്, ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു ബന്ധമാണിത്. ഇത് കേൾക്കുന്ന ധനുഷിൻ്റെ അമ്മ പറയുകയാണ്, എത്ര ആലോചനകൾ വന്നെന്നറിയുമോ? ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് തള്ളി നീക്കിയവനാ. ഇപ്പം കണ്ടില്ലേ, അവനായി തന്നെ ഒരു പെൺകുട്ടിയെ കണ്ടെത്തിക്കൊണ്ട് വന്നിരിക്കുന്നു. അതേസമയം സന്ദീപ് അങ്ങോട്ടേക്ക് വരുമ്പോൾ സന്ദീപിനെ അവർക്ക് സേതുമാധവൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. എൻ്റെ അനിയത്തിക്ക് നല്ലൊരു ജീവിതം, അതുമാത്രമേ ഞാൻ മുന്നിൽ കണ്ടുള്ളൂ എന്ന് നന്ദനും പറയുന്നു. ധനുഷ് ആളൊരു മിടുക്കനായതുകൊണ്ട് തന്നെയാ ഇത് വിവാഹത്തിലേക്ക് എത്തിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. തുടർന്ന് ധനുഷിൻ്റെ അമ്മ പറയുകയാണ്, പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത്, എനിക്ക് സ്നേഹമോളെ കാണാൻ കൊതിയായിട്ട് വയ്യ. ഇത് കേൾക്കുന്ന സേതു അർച്ചനയോടും അനഘയോടും ചെന്ന് സ്നേഹയെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുന്നു. അങ്ങനെ അർച്ചനയും അനഘയും കൂടി മുറിയിലേക്ക് ചെല്ലുമ്പോൾ സ്നേഹ ചോദിക്കുകയാണ്, ഏട്ടത്തി, എൻ്റെ സാരി എങ്ങനെയുണ്ട്? ഒറ്റ നോട്ടത്തിൽ തന്നെ അവർക്ക് എന്നെ ഇഷ്ടപ്പെടുമോ? ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, ഇതിലൊക്കെ അഭിപ്രായം പറയാൻ ഞാൻ ആരാ? നിങ്ങളുടെ മുഖത്തൊന്നും ഒരു സന്തോഷം കാണുന്നില്ലല്ലോ. വിവാഹം മുടക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടമായിരിക്കും അല്ലേ എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ അനഘ പറയുകയാണ്, അതെ, ഒരു വിവാഹം മുടക്കാനും നടത്താനുമൊന്നും അത്രയ്ക്ക് പാടൊന്നുമില്ല. നടക്കാൻ വിധിച്ചിട്ടുള്ളതാണെങ്കിൽ അത് നടന്നിരിക്കും, അല്ലാത്ത പക്ഷം അത് മുടങ്ങിയും ഇരിക്കും. ഇത് കേൾക്കുന്ന സ്നേഹ പറയുകയാണ്, അങ്ങനെയെങ്കിലേ ഞങ്ങളുടെ വിവാഹം മുടങ്ങില്ല. ഈശ്വരന്മാര് നേരിട്ട് വന്ന് ഉറപ്പിച്ചതാ ഞങ്ങളുടെ വിവാഹം. ഇത് കേൾക്കുന്ന അനഘ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് വന്ന ഗതി നിനക്ക് വരരുത്, അതുകൊണ്ട് മാത്രമാ ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പിന്നെ ഏട്ടത്തി, ഇവളുമായിട്ടുള്ള കൂട്ടുകെട്ട് അത്ര നല്ലതൊന്നുമല്ല. കൂടെ നിന്ന് ചതിക്കുന്നതാ ഇവള്. ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, അങ്ങനെ ആർക്കും ചതിക്കാനായി ഞാൻ നിന്നു കൊടുക്കാറില്ല. എല്ലാവർക്കും എപ്പോഴാണെങ്കിലും ഒരു മാറ്റം വന്നിരിക്കും. ധനുഷുമായിട്ടുള്ള എൻ്റെ വിവാഹം മുടങ്ങിയാലേ ഇവളെപ്പോലെ ഞാൻ വിഷമിച്ച് നടക്കുകയൊന്നുമില്ല. ധനുഷ് വിളിക്കുന്ന സ്ഥലത്ത് ഞാൻ ഇറങ്ങിപ്പോകും. ധനുഷിൻ്റെ ഒപ്പം സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യും. ഇഷ്ടപ്പെട്ട ആളെ നേടണം എന്നുള്ള എൻ്റെ വാശി കൊണ്ട് ഞാൻ പറയുകയാ, ഞാൻ ഒരാളുടെ ഒപ്പം ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ധനുഷ് തന്നെയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ സ്നേഹ താഴേക്ക് പോകുമ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് അനഘയും അർച്ചനയും. തുടർന്ന് സ്നേഹ താഴേക്ക് ചെല്ലുമ്പോൾ ധനുഷിൻ്റെ അമ്മയ്ക്കും അച്ഛനും സ്നേഹയെ നല്ലതായി ഇഷ്ടപ്പെടുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്കിവരുടെ വിവാഹം നടത്തണമെന്ന് ധനുഷിൻ്റെ അച്ഛൻ പറയുമ്പോൾ അതിന് സമ്മതം പറയുകയാണ് നന്ദനും സേതുവും. ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതുപോലെ ഒരു ദിവസം നിങ്ങളും അങ്ങോട്ടേക്ക് ഇറങ്ങണം. എന്നിട്ട് നമുക്കൊരു ജോത്സ്യനെ വിളിച്ച് മുഹൂർത്തമൊക്കെ കുറിപ്പിക്കാമെന്ന് ധനുഷിൻ്റെ അച്ഛൻ പറയുമ്പോൾ ശരിയെന്ന് സേതുവും പറയുന്നു. തുടർന്ന് അർച്ചന ചോദിക്കുകയാണ്, അല്ല, ധനുഷിന് ജോലി എവിടെയാണോ അവിടെയാണോ നിങ്ങൾ താമസിക്കുന്നത്, അതോ ഇതാണോ നിങ്ങളുടെ നാട്? അല്ല, ധനുഷിന് എവിടെയാണോ ജോലി അങ്ങോട്ടേക്ക് ഞങ്ങൾ സ്ഥലം മാറി പോകാറാ പതിവ്. എനിക്കിവനെ പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ലെന്ന് ധനുഷിൻ്റെ അമ്മ പറയുമ്പോൾ, അപ്പോൾ ഇപ്പോഴെന്താ പ്രയാസമൊന്നുമില്ലേ എന്ന് അർച്ചന ചോദിക്കുന്നു. അത് പിന്നെ ഇവൻ വേണ്ടെന്ന് പറഞ്ഞിട്ടാന്ന് ധനുഷിൻ്റെ അമ്മ പറയുകയാണ്. അല്ല, ധനുഷിൻ്റെ അച്ഛന് ഏതോ പ്രൈവറ്റ് ബാങ്കിലാണെന്നല്ലേ ജോലി പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇങ്ങനെ മാറി താമസിക്കുന്നത് പ്രശ്നമുണ്ടാകില്ലേ? ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ അർച്ചന മോള് വന്ന വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നതെന്ന് ധനുഷിൻ്റെ അച്ഛൻ പറയുന്നു. ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടലോടെ നിൽക്കുകയാണ്. ധനുഷിൻ്റെ വീട്ടിൽ അർച്ചന പോയിട്ട് ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് അവന്തിക പറയുമ്പോൾ സച്ചി പറയുകയാണ്, എന്നോട് പറഞ്ഞതാ, ഞാൻ പറയാൻ വിട്ടുപോയതാ. അർച്ചന വന്നതുപോലെ ഒരു ദിവസം ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് വരാമെന്ന് നന്ദൻ പറയുമ്പോൾ അത് എത്രയും പെട്ടെന്നാകട്ടെ എന്ന് ധനുഷിൻ്റെ അച്ഛനും പറയുന്നു. പിന്നീട് സേതു പറയുകയാണ്, ഇനി നമുക്ക് സ്ത്രീധനത്തെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് എന്തു കൊടുക്കുന്നോ അത് മതി, ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് ധനുഷിൻ്റെ അച്ഛനും അമ്മയും പറയുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.